റായ്ചൂരിലെ അനഗ ഗ്രാമത്തിലാണ് നാടിനെ നടുക്കിയ അരുംകൊല. 3 വർഷം മുൻപാണ് കൊല്ലപ്പെട്ട രേഖ സിദ്ധപ്പയുടെ മകൻ നാഗരാജിനെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ രേഖയും നാഗരാജിന്റെ മാതാപിതാക്കളും തമ്മിൽ തുടക്കം മുതൽ തർക്കം പതിവായിരുന്നു. കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ രേഖ വരാത്തതാണ് സിദ്ധപ്പയെ ചൊടിപ്പിച്ചത്. പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ രേഖയും നാഗരാജും വേറെ വാടക വീട്ടിലേക്ക് മാറി. ഇതിനിടയിൽ രേഖ ഗർഭിണിയായി. ഇതോടെ സിദ്ധപ്പയും ഭാര്യയും ചേർന്ന മരുമകളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും തർക്കമുണ്ടായതോടെ രേഖ സ്വന്തം വീട്ടിലേക്ക് പോയി. ഇതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് രേഖയുടെ വീട്ടിലെത്തി സിദ്ധപ്പ കഴുത്തറത്ത് കൊലപ്പെടുത്തുന്നത്. വീട്ടിനുള്ളിൽ TV കണ്ടിരുന്ന രേഖയെ പിന്നിൽ നിന്ന് വന്ന് കഴുത്തറക്കുകയായിരുന്നു. ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ രേഖ പുറത്തേക്ക് ഇറങ്ങിയോടി. ഇതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ സിദ്ധപ്പയെ പിന്നീട് പോലീസ് പിടികൂടി. കൊലക്കുറ്റം ചുമത്തിയ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.